കാശിനാഥൻ ഭാഗം 81. രചന അവതരണം ദിവ്യരാജ്. പാച്ചനും കാശിയും തിരികെ വരുമ്പോൾ വൈശുവും അച്ചുവും ഹാളിൽ അവരെയും കാത്ത് സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. മുറ്റത്ത് കാശിയുടെ കാർ കൊണ്ട് നിർത്തുമ്പോൾ രണ്ടാളും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഗൗരിയച്ചിക്ക് എങ്ങനെയുണ്ട് കണ്ണേട്ടാ? അവൻ അരികിലേക്ക് വന്ന പാടെ വൈശു തിരക്കിയിരുന്നു. ഇപ്പോൾ ഓക്കെയാണ് വൈശു, പേടിക്കാനൊന്നുമില്ല. നാളെ വൈകിട്ട് മിക്കവാറും ഡിസ്ചാർജ് ആവും. ആണോ? അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നന്ദേട്ടൻ മാത്രമേ ഉള്ളൂ? ഇല്ലടാ, സെന്തിയും കൂടിയുണ്ട്. ചെറുചിരിയോടെ പറയുമ്പോൾ അവൾക്കും ആശ്വാസമായി. ആ പെണ്ണവൻ്റെ അസ്ഥിക്ക് പിടിച്ചുപോയി. അവളെ ഹോസ്പിറ്റലിലാക്കിയ കാര്യം അറിഞ്ഞ് ഭ്രാന്തെടുത്ത പോലെ ചവിട്ടിത്തുള്ളി വന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് കണ്ടറിയാം. ശേഖരൻ്റെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമുണ്ടാവാനാ സാധ്യത. ചെറുചിരിയോടെ പാച്ചൻ പറയുന്നുണ്ടായിരുന്നു. ശേഖരൻ ഇവിടെ അടുത്തുള്ള അയാളുടെ ഫ്രണ്ടിൻ്റെ റിസോർട്ടിലാ താമസം. കേസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാത്രേ. സെന്തിയുടെ കയ്യിലെങ്ങാനും ചെന്ന് ചാടുവേണേൽ അയാളുടെ കാര്യം പോക്കാം. കാശി ചിരിയടക്കി. ആ ചെറ്റയ്ക്ക് 2 കിട്ടണം. അവൻ്റെ ഒടുക്കത്തെ ഭീഷണിയും കൊട്ടേഷനും. അണയാൻ പോണതിൻ്റെ ആളിക്കത്തല ഇതൊക്കെ. പാച്ചൻ പല്ലിറുമി. അത് നേരാ. മോനും തന്തയും കൂടി നിലം തൊടാതെ ഓടാൻ കിടക്കുന്നേയുള്ളൂ. ചെയ്തു കൂട്ടിയതിനൊക്കെ ഒരുപാടുണ്ടല്ലോ. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു കാശി. കണ്ണേട്ടാ, നേരം ഇത്രയും വൈകിയതല്ലേ? ഇന്നിവിടെ തങ്ങിയിട്ട് രാവിലെ പോവാം. അച്ചു കണ്ണനെ നോക്കി. ഇല്ല മോളെ, പോവാണ്. ഇവൾക്ക് നാളെ സ്കൂളിൽ പോകണം. പിന്നെ നാളെ എൻ്റെ റിസൾട്ട് വരുക, എന്തായെന്ന് നോക്കണം, നിശ്വാസത്തോടെ പറഞ്ഞവൻ. അതിന് റിസൾട്ട് വരേണ്ട സമയം ഇത്ര വേഗം ആയോടാ? എക്സാം കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് നാളല്ലേ ആയുള്ളൂ? പാച്ചൻ അമ്പരപ്പോടെ ചോദിച്ചു. 1 മാസം ആയടാ. നാളെ രാവിലെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും. നീ സ്കോർ നോക്കിയോ? 85% പ്രതീക്ഷയുണ്ട്. PGക്ക് ഏതാടാ ചൂസ് ചെയ്യണേ? MDയോ MS? അതും ഏതിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്യാനാ നിനക്കിഷ്ടം? പാച്ചൻ ആവേശത്തോടെ ചോദിച്ചു. MD ആടാ താല്പര്യം, ജനറൽ മെഡിസിനിൽ. നറുചിരിയോടെ പറഞ്ഞവൻ. MD 3 വർഷത്തേക്കാ. പഠിപ്പും പ്രാക്ടീസും ഹോസ്പിറ്റലും ഒക്കെയായി റെസ്റ്റ്ലെസ് ലൈഫ്. നിശ്വാസത്തോടെ വൈശുവിനെ നോക്കിയവൻ. ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി വൈശു. 3 വർഷത്തെ കാര്യമല്ലേ, അതങ്ങ് വേഗം കഴിയും. അതുകൂടി കഴിഞ്ഞാൽ നിനക്ക് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാമല്ലോ. എത്ര നാളത്തെ സ്വപ്നവും കാത്തിരിപ്പും ഒക്കെയാ അല്ലേ? പാച്ചൻ നിർവൃതിയോടെ അവനെ നോക്കി. നറുചിരിയോടെ മൂളിയവൻ. എടാ, നിന്ന് വൈകിക്കണില്ല, ഞങ്ങൾ ഇറങ്ങുക. അത്രയും പറഞ്ഞ് വൈശുവിനെയും കൂട്ടി അപ്പോൾ തന്നെ ഇറങ്ങി കാശി. പിറ്റേന്ന് ഫ്രീ അവർ ആയിരുന്നിട്ടും സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഇരുപ്പുറയ്ക്കാതെ ഫോണും എടുത്ത് പുറത്തെ വരാന്തയിലേക്ക് നടന്നു വൈശു. എൻട്രൻസിൻ്റെ റിസൾട്ട് വരാനുള്ള സമയമായതു മുതൽ ആളാകെ ടെൻഷനിലാണ്. കണ്ണേട്ടൻ വിജയിക്കുമെന്ന് ഉറപ്പാണ്. എങ്കിലും അറിയുന്നത് വരെ വല്ലാത്തൊരു വെപ്രാളമാണ്. ഓർത്തുകൊണ്ട് നിൽക്കവേ തന്നെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. സ്ക്രീനിൽ അവൻ്റെ നമ്പർ കണ്ടതേ ചുണ്ടുകളിൽ പുഞ്ചിരിയായി. റിസൾട്ട് അറിഞ്ഞയുടനെ വിളിച്ചു പറയാന്ന് കണ്ണേട്ടൻ പറഞ്ഞിരുന്നു. അറിഞ്ഞിട്ടുണ്ടാവും. പ്രതീക്ഷയോടെ കോൾ അറ്റൻഡ് ചെയ്തവൾ. ഹലോ കണ്ണേട്ടാ, എന്തായി? ഉമിനീരിറക്കിക്കൊണ്ട് ചോദിച്ചവൾ ആദിയോടെ. വൈശു, എനിക്ക് 3rd റാങ്കുണ്ട്. കേട്ടതേ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങി വൈശുവിൻ്റെ സന്തോഷം കൊണ്ട്. ഞാൻ അങ്ങോട്ട് വരുവാടി. എനിക്ക് നിന്നെ കാണാൻ തോന്നാ. ഈ ഒരു നിമിഷത്തിൽ നീ കൂടെ ഇല്ലാഞ്ഞ് എന്തോ പോലെ വൈശു. ഇടർച്ചയോടെ അവൻ പറയുന്നത് വ്യക്തമായി കേട്ടവൾ. ഞാൻ പുറത്തുണ്ടാവും കണ്ണേട്ടാ, ഇങ്ങോട്ട് പോന്നേക്ക്. നിൽക്കും കാണാൻ തോന്നാ. സന്തോഷം അടക്കാനാവാതെ വാക്കുകൾ പതറിപ്പോയി അവളുടെ. വേഗം തന്നെ ഓഫീസ് റൂമിലേക്ക് ചെന്ന് രാമചന്ദ്രൻ മാഷിനോട് ഉച്ചയ്ക്ക് ശേഷം ലീവ് ചോദിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. പാച്ചൻ കുട്ടികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രാക്ടീസ് കൊടുക്കുകയായിരുന്നു അന്നേരം. നിറഞ്ഞ ചിരിയോടെ അവൾ വരുന്നത് കണ്ടത് റിസൾട്ട് വന്നിട്ടുണ്ടാവുമെന്ന് ഊഹിച്ചെടുത്തവൻ. ടീച്ചറെ, റിസൾട്ട് വന്നോ? വന്ന പാടെ അവൻ തിരക്കി. റാങ്ക് ഉണ്ട്. നെഞ്ചിൽ കൈവച്ച് കിതപ്പാറ്റിയവൾ. പാച്ചനും മുഖത്തും നിറഞ്ഞൊരു ചിരി തെളിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോവാ ഭാസ്കർ സാർ. കുട്ടികളുടെ മുന്നേ വെച്ചേ ഉള്ളൂ കേട്ടോ ബഹുമാനം. ശരിയടാ. അവൻ അത്രയും പറയാൻ കാത്തു നിൽക്കാതെ സ്കൂളിൻ്റെ വലിയ ഗേറ്റ് ലക്ഷ്യം വെച്ച് പാഞ്ഞിരുന്നവൾ. എന്നെ വിട്ടേ കണ്ണേട്ടാ.
അല്പം തെന്നുവാണേൽ രണ്ടാളും നിലത്ത് വീഴൂട്ടോ. വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ശാരദാമ്മ സന്ധ്യേച്ചിയും കൂട്ടി അകന്ന ബന്ധത്തിലെ ഒരു വിവാഹത്തിന് പോയതാണ്. വാതിലടച്ച് കുറ്റിയിട്ട പാടെ വൈശുവിനെ ഉയർത്തിയെടുത്ത് തോളിലിട്ടുകൊണ്ട് ഗോവണി കയറുകയായിരുന്നു കാശി. ദേ കണ്ണേട്ടാ, എനിക്ക് പേടിയാട്ടോ, തളരും, വിട്ടേ. അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചവൾ. അങ്ങനെ തളരത്തില്ലെൻ്റെ വൈശുവേ, നല്ല സ്റ്റാമിനയാ, കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നവൻ. റൂമിൽ ചെന്നതിന് ശേഷമാണ് വൈശുവിനെ നിലത്ത് നിർത്തിയത്. വാതിൽ ചാരിയ പാടെ അവളെ മുറുകെ പുണർന്നുകൊണ്ട് നെറുകിൽ ചുംബിച്ചു. വലിയ സന്തോഷത്തിനാണല്ലോ ഈ വിജയം പ്രതീക്ഷിച്ചതല്ലേ കണ്ണേട്ടാ, പിന്നെന്താ കരയണേ? നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തവൾ. അറിയില്ല വൈശു, ഒറ്റയ്ക്കിരുന്ന് ഓരോന്നും ആലോചിക്കുമായിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നാടി. അന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഞാൻ ഇവിടേക്ക് വരാതെ നേരെ ആ സാവിത്രിയുടെ ഉള്ള ഇടത്തേക്ക് പോയിരുന്നെങ്കിലോ, എന്താകുമായിരുന്നേനെ എൻ്റെ അവസ്ഥ? സഞ്ജയെ പോലുള്ളവർ വീണ്ടും കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്ത് രസിക്കുമായിരുന്നേനെ. ഒന്നും ആരോടും പറയാനാവാതെ ഞാൻ വീർപ്പുമുട്ടി ചത്തുപോയേനെ അല്ലേ? ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞവൻ. കണ്ണേട്ടാ, കഴിഞ്ഞതൊക്കെ വീണ്ടും ആലോചിച്ച് വേദനപ്പെടല്ലേ. ഇനി സന്തോഷിക്കേണ്ട ദിവസങ്ങളല്ലേ? അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ചവൾ. അതിരിക്കട്ടെ ടീച്ചറെ, ടീച്ചർ ആഗ്രഹിച്ചതുപോലെ ഞാൻ റാങ്കോടെ പാസ്സായി. അപ്പോൾ എനിക്കെന്ത് ഗിഫ്റ്റാ തരാൻ പോണേ? തനിക്ക് നേരെ നടന്നെടുത്തുകൊണ്ട് അവനത് ചോദിക്കുമ്പോൾ പിന്നിലേക്ക് നടന്നവൾ. കണ്ണുകളിൽ കുസൃതിയും പ്രണയവും ഒക്കെ കലർന്ന ഭാവമായിരുന്നു അവനിൽ. ഞാനെന്ത് തരാനാ ഡോക്ടറെ, എൻ്റെ കയ്യിലൊന്നുമില്ല. കൈമലർത്തിയതും അവൻ അവളെ കൈത്തണ്ടയിൽ പിടിച്ച് നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു. അതെന്ത് പറച്ചില്ല ടീച്ചറെ, എൻ്റെ മാത്രം സ്പെഷ്യൽ, നല്ല ഹോട്ടായിട്ട് പറയുന്നതിനൊപ്പം അവളുടെ അധരത്തിൽ മെല്ലെ അമർത്തിയവൻ. രാവിലെ ഉണർന്നത് മുതൽ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും സെന്ധിയെ തിരക്കുന്നുണ്ട് ഗൗരി. പക്ഷേ അതിരാവിലെ അവിടുന്ന് പോയെന്ന് അമ്മ പറഞ്ഞിരുന്നു. തലേന്നത്തെ ആളുടെ വെപ്രാളവും ആധിയുമൊക്കെ പലപ്പോഴും മനസ്സിലേക്ക് തികട്ടി വന്നെങ്കിലും മനഃപൂർവ്വം മനസ്സുകൊണ്ട് ആളിൽ നിന്ന് അകലമിട്ട് നിന്നു. താൻ ആൾക്ക് ചേരില്ലെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണിപ്പോൾ. കാരണം ആ സ്നേഹത്തിന് മുന്നിൽ ഇടയ്ക്കെങ്കിലും താൻ അടിമപ്പെടുന്ന പോലെ അറിയാതെ മനസ്സ് ആളിലേക്ക് ചായുന്നുണ്ട്. നെടുവീർപ്പോടെ ഓർത്തവൾ. അന്ന് വൈകിട്ട് തന്നെ ഗൗരിയെ ഡിസ്ചാർജ് ചെയ്തു. നന്ദനും ഗായത്രിയും കൂടി അവൻ്റെ കാറിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കി. അവിടെ ചെല്ലുമ്പോൾ ആകെ അമ്പരന്ന് പോയി. തലേന്ന് രാത്രി ആ ദുഷ്ടന്മാര് അടിച്ചു പൊട്ടിച്ച ചെടിച്ചട്ടിയും മറ്റും പെറുക്കി മാറ്റിയിട്ടുണ്ട്. അലങ്കോലമായി കിടന്ന റൂമാകെ മുറ്റമാകെ അടിച്ചു വൃത്തിയാക്കിയിട്ടിരിപ്പുണ്ട്. തലേന്ന് പൊട്ടിച്ച ജനാല ഗ്ലാസുകളും മറ്റു പലതും ഒരു മൂലയ്ക്ക് കൂട്ടിയിരിപ്പിട്ടുണ്ട്. അതുപോലെ പൊട്ടിയ ഗ്ലാസുകൾക്ക് പകരം പുതിയത് മാറ്റിയിട്ടിട്ടുണ്ട്. അമ്പരപ്പകലാതെ ചുറ്റും നോക്കിയതായിരുന്നു ഗൗരി. ഇതൊക്കെ ഇച്ചേൻ്റെ പണിയാ ഗൗരിയേച്ചി. ഇന്നലെ രാത്രി മുഴുവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതിരാവിലെ അമ്മയുടെ ചാവിയും വാങ്ങി ഏതോ ആശാരിയെയും കൂട്ടി ഇങ്ങി പോന്നെന്നാ നന്ദേട്ടൻ പറഞ്ഞേ. ജിമ്മിലെ ഇച്ചേൻ്റെ വാലുകളെയും കൂട്ടി വന്നതാ, ഒക്കെ വൃത്തിയാക്കി. ഗായു ഒക്കെ പറയുമ്പോൾ അമ്പരപ്പ് തോന്നിയില്ല ഗൗരിക്ക്. തനിക്ക് വേണ്ടി ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ആള് എന്നായിരുന്നു മനസ്സിൽ. കുറച്ചു നേരം നിവർന്നിരുന്നപ്പോൾ തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. കൈകൊണ്ട് നെറ്റി ഒഴിഞ്ഞ ശേഷം റൂമിൽ ചെന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. കണ്ണേട്ടാ, ഇത്തിരി പായസം കൂടി എടുക്കട്ടെ? ഒരു ചെറിയ തവിയിൽ അല്പം പാൽപ്പായസം കൂടി അവന് നേരെ നീട്ടിയവൾ. ഇന്ന് റിസൾട്ട് വന്നതിൻ്റെ സന്തോഷത്തിലാണ് പായസം വെച്ചത്. അതിൽ ഓരോ പങ്ക് വീട്ടിലും നന്ദനും സെന്തിക്കും പാച്ചുവിനും ഒക്കെ കൊടുത്തയക്കും ചെയ്തു. മതി എൻ്റെ വൈശുവേ, ഇപ്പോൾ തന്നെ വയറ് ഫുള്ളാ. പിന്നെ ഇനിയും മധുരം കഴിച്ചാലേ വേറെ പലതും തോന്നും. അയ്യടാ, ദേ ചെക്ക, കൈ എനക്കണ്ട് മര്യാദയ്ക്കിരുന്നു, അതാ നല്ലത്. അല്ലെങ്കിലേ നല്ല തല്ല് ഞാൻ തരും. അവൻ്റെ കൈ പിടിച്ചു മാറ്റിയവൾ. ഓ ജാട, ഞാൻ പോവാ. കണ്ണേട്ടാന്ന് വിളിച്ച് കൊഞ്ചാൻ വന്നേക്കരുത് നീ. മുഖം വീർപ്പിച്ച് പിടിച്ച് ഹാളിലെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നവൻ. ഈ ചെക്കൻ്റെ കാര്യം പിറുത്തുകൊണ്ട് തവിയിലെ പായസം അവൻ കുടിച്ച ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിക്കാൻ തുടങ്ങിയതും പോയ ആള് പാഞ്ഞു വന്ന് അവളെയും കോരിയെടുത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ ഗ്ലാസും തവിയും പിടിച്ചെടുത്ത് ടേബിളിന് മുകളിലും വച്ചിരുന്നു. കണ്ണേട്ടാ, ടീച്ചറമ്മ അകത്തുണ്ട്, പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവൾ നാണത്തോടെ. അച്ചമ്മ 4 ഉറക്കം പിടിച്ചിട്ടുണ്ടാവും, അടക്കിയ ശബ്ദത്തിൽ അവളുടെ കാതോരം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി അവനും. ഓഫീസിലെ അഡ്രസ്സിൽ വന്ന രജിസ്റ്റേർഡ് ലെറ്റർ തുറന്നു വായിച്ചു കൊണ്ടിരുന്ന ശേഖരൻ്റെ കണ്ണുകൾ പകയാൽ ആളിക്കത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ കളി തുടങ്ങി. ശേഖരൻ്റെ കയ്യിലിരുന്ന ആ പേപ്പർ ഞെരുങ്ങി.
സിയാൻ വധക്കേസിന്റെ പുനരന്വേഷണത്തിന്റെ ഭാഗമായി സഞ്ജയ് ഉടനെ നാട്ടിലേക്ക് എത്തിച്ചേരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കോർട്ട് ഓർഡർ ആയിരുന്നത്. വേഗം ഫോൺ എടുത്ത് SP ഗണേഷിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുമ്പോൾ പലതും മനസ്സിൽ കരുതിക്കൂട്ടി അയാൾ. രാത്രി അത്താഴം കഴിക്കാൻ അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ഗൗരി ഉണർന്നത്. മെഡിസിന്റെ സെഡേഷൻ കാരണം മയങ്ങിപ്പോയതാണ്. ഫ്രഷായി പുറത്തേക്ക് വരുമ്പോൾ ഗായത്രിയും നന്ദനും പോവാൻ തയ്യാറെടുക്കുകയായിരുന്നു. മോള് വാ, അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്. അമ്മ അവളെ ഡൈനിങ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അത്താഴം കഴിച്ചു കണ്ടിരുന്നപ്പോൾ തന്നെ ഗായത്രി വന്ന് യാത്ര പറഞ്ഞ ശേഷം വീട്ടിലേക്ക് തിരിച്ചിരുന്നു. തലവേദനയ്ക്ക് അല്പം ശമനമുണ്ട്. എങ്കിലും ഭക്ഷണമൊന്നും ഇറങ്ങുന്നില്ല. മെല്ലെ മെല്ലെ കഴിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു ബുള്ളറ്റ് വന്നു നിന്ന ശബ്ദം കേട്ടത്. ആരാവും എന്ന് ചിന്തിച്ചു പോയി ഒരു നിമിഷം. ആ മോനെ, വന്നോ നീ? കഴിക്കാനെടുക്കട്ടെ? അമ്മ ആരോടോ സംസാരിക്കുന്നത് കേട്ടതും കഴുപ്പ് നിർത്തി അവിടേക്കൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ കഴിച്ചതാ അമ്മ, നിങ്ങൾ കഴിച്ചു കിടന്നു. സെന്തിയുടെ ഒച്ച കേട്ടതും ഒരു നിമിഷം തറഞ്ഞുപോയവൾ. മടക്ക് കട്ടിലിട്ടിട്ടുണ്ട്, അകത്ത് അത് എടുത്തിട്ട് വരാം മോന്. അതാവുമ്പോൾ വിശാലമായി കിടക്കാമല്ലോ. വെറുതെ ഈ സെറ്റിയിൽ ചുരുണ്ടുകൂടണ്ട, ശരീരം വേദനയുണ്ടാവും. അമ്മ വീണ്ടും പറയുന്നുണ്ടായിരുന്നു. ഏയ്, എനിക്ക് കട്ടിലൊന്നും വേണ്ടമ്മേ, ഇത് തന്നെ ധാരാളമാ. അത്രയും പറയുന്നത് കേട്ടതേ ഓടിപ്പാഞ്ഞവൾ ഹാളിലേക്ക് ചെന്നിരുന്നു. മൊബൈൽ ഫോൺ ചാർജിനിട്ട് സെറ്റിയിലേക്ക് ചാഞ്ഞവനെ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഉള്ളൊന്ന് പിടഞ്ഞുപോയി. എൻ്റെ പെണ്ണിനെ നോക്കാൻ എനിക്കറിയാം. അതിപ്പോ പട്ടിയെ പോലെ കാവൽ കിടന്നിട്ടാണേൽ അങ്ങനെ. തലേന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സെന്തി പറഞ്ഞതൊക്കെയായിരുന്നു മനസ്സിൽ. വല്ലാത്തൊരു ഭാരം തോന്നി. താൻ കാരണം ആള് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടതിലുള്ള നോവ്. പക്ഷേ ഒന്നും മിണ്ടിയില്ല. താൻ പറയുന്നത് ആ ഹൃദയം വേദനിപ്പിക്കുമോ എന്ന ചിന്തയിൽ. ആ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ മോളെ? കഴിച്ചു കഴിഞ്ഞോ? അമ്മയുടെ ഒച്ച കേട്ടതും തിരിഞ്ഞു നോക്കി സെന്തിലും. കയ്യിൽ കൊണ്ടുവന്ന തലയിണയും ഷീറ്റും അവനെ ഏൽപ്പിച്ച് ഗൗരിയെ ഉറ്റുനോക്കിയവർ. കഴിച്ചെന്ന് തലയാട്ടിയവൾ മുഖം കുനിച്ചുകൊണ്ട്. എന്നാലേ മോള് വാ, മെഡിസിൻ എടുത്തു തരാം. കഴിച്ചിട്ട് നേരത്തെ കിടന്നേക്ക്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലോ. അവളുടെ അടുത്തേക്ക് ചെന്ന് കരുതലോടെ നെറുകിലൊന്ന് തലോടിയ ശേഷം അവരും അകത്തേക്ക് കയറിപ്പോയി. സെന്തിയുടെ നോട്ടം അപ്പോഴും അവളിലാണ്. മുഖം കുനിച്ചുള്ള ആ നിൽപ്പിനിടയിലും ഏറി കണ്ടിട്ട് തന്നെ നോക്കുന്നത് അറിഞ്ഞവൻ. ഗൗരിക്കുട്ടിയെ, സമാധാനമായിട്ട് ഉറങ്ങിക്കോ കേട്ടോ. നിന്നെ ദ്രോഹിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. അത്രയും പറയുമ്പോൾ നിറമിഴിയാലെ അവനെ നോക്കിയവൾ. എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കണേ? പറഞ്ഞുല്ലോ എനിക്ക് അർഹതയില്ലാന്ന്. എന്നെക്കാളും നല്ലൊരു കുട്ടിയെ കിട്ടില്ലേ? നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണ കുട്ടിയെ, നോവോടെ പറഞ്ഞവൾ. എന്നാലേ എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടം. ഈ മനസ്സിൽ ഒരിത്തിരി ഇടം തന്നാൽ മതി എനിക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇതൊന്നും കഷ്ടപ്പാടോ ത്യാഗമോ ആയിട്ട് എൻ്റെ കൊച്ചു കരുതണ്ട. ഇതൊക്കെ എൻ്റെ കരുതല. അതിന് അല്ലാതെ വേറെ ആർക്കാ കൊച്ചി അർഹത? പറയവേ നേർത്തൊരു നിശ്വാസം അവളിൽ നിന്നുതിർന്നു. അതെ, ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക് കൊച്ച്. ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഉറക്കം പോയി കിട്ടും. ചെറുചിരിയോടെ പറഞ്ഞതും. എന്തിനാ എന്നെ ഇങ്ങനെ തോൽപ്പിക്കണേ? വേണ്ട, ഞാൻ വേണ്ട നിങ്ങൾക്ക്. കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഓടിപ്പോയിരുന്നു. എൻ്റെ മാതാവേ, ഈ പെൺകൊച്ചിനെ ഞാനിനി എങ്ങനെ കയ്യിലൊതുക്കുമെന്നാ പെണ്ണിൻ്റെ കരച്ചിലും ഓട്ടവും കൊണ്ട് നെഞ്ചിൽ കൈവച്ചു പോയവൻ. രാവിലെ ഉണർന്ന പാടെ ഗൗരിയുടെ കണ്ണുകൾ നീണ്ടത് ഹാളിലേക്കാണ്. ഇന്നലെ ഒത്തിരി കരഞ്ഞു, അതിൻ്റെ ആവും. തലയൊക്കെ നല്ല വേദനയുണ്ട്. തല ഉയർത്താനാവാത്തതുപോലെ. മെല്ലെ എഴുന്നേറ്റ് തലമുടി കോതിയൊതുക്കി കെട്ടിവെച്ച് പുറത്തേക്കിറങ്ങി. ആള് കിടന്നത് ശൂന്യമാണെന്ന് കണ്ടതേ ഉള്ളിലൊരു നോവ് പോലെ. എന്തിനെന്നറിയാത്തൊരു നോവ്. അവൻ തലേന്നുപയോഗിച്ച ഷീറ്റും പില്ലോയും സെറ്റിയുടെ മുകളിൽ മടക്കി വെച്ചിരിപ്പുണ്ടായിരുന്നു. മെല്ലെ അതെടുത്ത് നെഞ്ചോരം ചേർത്തു പിടിച്ചു. അവൻ്റെ ഗന്ധം നാസികയിലേക്ക് തുളച്ചു കയറിയതും നറുചിരിയോടെ മെല്ലെ അതുമെടുത്ത് റൂമിലേക്ക് നടന്നവൾ ഭദ്രമായി അത് അലമാരയിൽ തിരികെ വെച്ചു. ഒക്കെ ഒരു ജനാലയ്ക്കപ്പുറം നിന്ന് കണ്ടിരുന്നു ഗൗരിയുടെ അമ്മ. അവരിലും നേർത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. നെഞ്ചിൽ കൈവച്ച് ഈശ്വരന് നന്ദി പറയുന്നത് പോലെ മുകളിലേക്ക് നോക്കിയവർ. ക്രിസ്റ്റി, നരേഷ്, സഞ്ജയ്, ആസിഫ്, മനീഷ് 4 പേരും വീഡിയോയിൽ കോൺഫറൻസിൽ ഒത്തുകൂടിയതാണ്. സിയാന്റെ മരണം പുനരന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ഈ 5 പേരെയും ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി കോടതി അയച്ച സമൻസ് ഇതിനോടകം 5 പേരുടെയും വീടുകളിലെത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ നടന്ന കൊലപാതകം അന്നത് അപകടമരണമായി സ്ഥിരീകരിക്കുക കൂടി ചെയ്തപ്പോൾ തങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന അമിത ആത്മവിശ്വാസമായിരുന്നു എല്ലാവരിലും. പക്ഷേ ഈ ഒരു സമ്മൻസ് വന്നതോടുകൂടി 5 പേരും കനലെരിയുന്ന മനസ്സോടെയാണ് ഒത്തുകൂടിയത്.
ക്രിസ്റ്റഫറും നരേഷും ഒഴികെ 3 പേരും കുടുംബമായി വിദേശ രാജ്യങ്ങളിലാണ്. മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന നരേഷ് പുറത്തേക്കിറങ്ങിയിട്ട് ഒരാഴ്ച കൂടി തികഞ്ഞിട്ടില്ല. ക്രിസ്റ്റഫർ ആണെങ്കിൽ ഇപ്പോഴും കേസിന്റെ പുറകെയാണ്. ആകെ ഒറ്റപ്പെട്ട് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥ. ക്രിസ്റ്റി, നീ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവല്ലേടാ. ഒന്നും ഉണ്ടാവില്ല. നമ്മളാണ് സിയാന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. സമാധാനമായിരിക്കെ. അന്നത്തെ പോലെ ഈ കേസ് എഴുതിത്തള്ളും. സഞ്ജയ് ആവേശത്തോടെ പറഞ്ഞിട്ടും അവന്റെ മുഖം തെളിഞ്ഞില്ല. കേസ്, കോടതി, വിചാരണ, ഇനിയും വയ്യ സഞ്ജു, മടുത്തുപോയി. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ആരുമില്ലടാ. ഒക്കെ നീയായിട്ട് വരുത്തി വെച്ചതല്ലേ, അനുഭവിച്ചോ എന്ന മട്ട എല്ലാവർക്കും. കുടുംബത്തെ നാണം കെടുത്തിയെന്ന് പറഞ്ഞുള്ള സംസാരം വേറെയും. എനിക്കെന്തോ ഭയം തോന്നുന്നു. ഇനിയും നാണം കെട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കേണ്ടി വരുമോ എന്ന്. അതിലും ഭേദം മരണമാണെന്ന് തോന്നുന്നു. ക്രിസ്റ്റി മനസ്സിലുള്ള നൊമ്പരം തുറന്നു പറഞ്ഞു. ഏയ് ക്രിസ്റ്റി, നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. എല്ലാത്തിനും വഴിയുണ്ടാക്കാം നമുക്ക്. ആസിഫ് അത് പറയുമ്പോൾ പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി ചിരിച്ചു നരേഷ്. എന്ത് വഴി? ഒരിക്കൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നതാ നല്ലത്. ഒത്തിരി കഷ്ടപ്പെട്ട് നേടിയെടുത്തത് പലതും ഒറ്റ നിമിഷം കൊണ്ട് കൈവെള്ളയിൽ നിന്ന് ചോർന്നു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ. അത് ചിന്തിക്കാൻ എളുപ്പമാവും, പക്ഷേ യഥാർത്ഥത്തിൽ വരുമ്പോൾ തകർന്നു പോവും. നരേഷ് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു. എടാ, ഞാനും എൻ്റെ ഭാര്യയും അറിയപ്പെടുന്നൊരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാ. ഒക്കെ പുറത്തു വന്നാൽ അവൾ എന്നെ വെറുക്കും. എൻ്റെ കുഞ്ഞുങ്ങളും അവളും ഞാൻ കാരണം നാണം കെടും. ആ ഹോസ്പിറ്റലിലെ മറ്റു സ്റ്റാഫുകൾക്കിടയിൽ നല്ല പേരുള്ളതാ ഞങ്ങൾക്കൊക്കെ. അതൊക്കെ നഷ്ടമാവും. മനീഷ് ആവലാതിപ്പെട്ടു. ഒക്കത്തിനും പിന്നിൽ ആ കാശിനാഥന് ഗൗരിയുമാ. കാണേണ്ട പോലെ രണ്ടുപേരെയും കണ്ടു കഴിയുമ്പോൾ ഈ കേസ് താനെ പിൻവലിച്ചോളും. സഞ്ജയ് ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. എന്ത് വന്നാലും അവൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ല സഞ്ജയ്. നീ കരുതുന്ന പോലെ നിസ്സാരക്കാരനല്ല കാശിനാഥൻ. അന്ന് ഭയന്ന് വിറച്ച് നമുക്ക് മുന്നിൽ നിന്നവനെയല്ല. മാറിപ്പോയി ഒരുപാട്. നമ്മൾ ചിന്തിക്കുന്നതിനു മേലെ ചിന്തിച്ചു കളയും അവൻ. തനിക്കുണ്ടായ അനുഭവങ്ങൾ ഓർത്തെടുത്ത് ക്രിസ്റ്റി പറയുന്നുണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾ സമാധാനമായിരിക്കെ. നമുക്കിതിനൊരു പരിഹാരമുണ്ടാക്കാം. അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് മനീഷ്. ആസിഫ് കൂടെ നിങ്ങളും വേണം. എന്ത് വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യേണ്ടി വന്നാലും ചെയ്യണം. അതിനുവേണ്ടി രണ്ടാമതൊന്നും ചിന്തിക്കരുത്. നിശ്വാസത്തോടെ സഞ്ജയ് പറയുന്നുണ്ടായിരുന്നു. സന്ധ്യ കഴിഞ്ഞ് മുറ്റത്തേക്ക് സെന്ധിയുടെ ബുള്ളറ്റ് വരുന്നത് കണ്ടതേ നെഞ്ചിടിപ്പേറി ഗൗരിക്ക്. 3-4 ദിവസമായി ആളിവിടെ കാവലിന് വരാൻ തുടങ്ങിയിട്ട്. എന്തോ ആ മുന്നിലേക്ക് ചെന്നുപെടാൻ ഒരു വിറയലാണ്. ഇപ്പോഴും തൻ്റെ അപകർഷത കാരണം ആളുമായി മാനസികമായി അടുക്കാൻ കഴിയുന്നു. അന്യമതക്കാരനായിട്ടുകൂടി ആളെ മരുമകനായി ലഭിക്കാൻ എൻ്റെ മനസ്സൊന്ന് മാറാൻ അമ്മ നോൽക്കാത്ത നൊയമ്പില്ല, ഇടാത്ത നേർച്ചയില്ല. ഓർത്തുകൊണ്ട് ഉമ്മർത്തെ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടക്കാനൊരുങ്ങിയതും ഗൗരിക്കുട്ടിയെ ഒന്ന് നിന്നേടി പിന്നീന്നുള്ള അവൻ്റെ കൊഞ്ചല് കേട്ടിരുന്നു. പെട്ടെന്ന് അവിടെ തന്നെ നിന്നുപോയി. അതേസമയം കയ്യിലൊരു പൊതിയുമായി അകത്തേക്ക് കയറിയവൻ ആ പൊതി അവൾക്ക് നേരെ നീട്ടുമ്പോൾ നെറ്റിച്ചുളിച്ചവൾ. ഇത് കുറച്ച് കപ്പയും ബീഫുമാ. ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി തന്നയച്ചതാ. അത് പറയുമ്പോൾ അവൾ മെല്ലെ അത് വാങ്ങി മുഖം കുനിച്ചുകൊണ്ട് തന്നെ. ഗൗരി, ഞാൻ നിനക്ക് ശല്യമാവുന്നെന്ന് തോന്നുന്നുണ്ടോ? പെട്ടെന്ന് അവനത് ചോദിക്കുമ്പോൾ വിടർന്ന മിഴികളുയർത്തി ഇല്ലെന്ന് തലയാട്ടിയിരുന്നു. പിന്നെ എന്താടി എന്നെ കാണുമ്പോൾ ഓടിമറയുന്നേ? ഞാനെന്താ വല്ല ഭീകര സത്വമാണോ? നിനക്ക് വേണ്ടിയല്ലേ ഞാനിവിടെ കാവൽ കിടക്കുന്നേ? ഇപ്പോഴും ദേഷ്യമാണോ എന്നോട്? പറയുമ്പോൾ മുഖം കൂർത്തവൻ്റെ. ഒന്നും മിണ്ടാതെ ഗൗരി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയവൻ. ഞെട്ടലോടെ അവളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. ഉയിരും ഉടലും വിറച്ചുപോയി ഗൗരിയുടെ. ആ കൈക്കുള്ളിൽ കിടന്ന് കുതിറുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം തോന്നി അവൾക്ക്. ചുറ്റും പരതി നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. എന്തിനാ ഇങ്ങനെ ഭയക്കുന്നേ? എന്നെ ഇഷ്ടമല്ലേ നിനക്ക്? ചങ്കിൽ തൊട്ട് പറയാൻ പറ്റോ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന്? നേർത്ത ശബ്ദത്തോടെയുള്ള അവൻ്റെ ചോദ്യം പൂർണ്ണമായില്ല. അതിനു മുന്നേ വീട്ടുമുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് ഇരച്ചു കയറി വന്നിരുന്നു. തുടരും. പ്രിയപ്പെട്ടവരെ, അഭിപ്രായങ്ങൾ പറയണേ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു.